ചാനലിലേക്ക് സ്വാഗതം. സത്യവിശ്വാസികളായിരിക്കുക, കോപത്തിനു വഴങ്ങരുത്. നിങ്ങളുടെ കൈവശം അല്പമെങ്കിലും സൗജന്യമായി നൽകുക. ദൈവങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കും. ബുദ്ധൻ. കരൽക്കടയാലിൽ മറഞ്ഞു കിടന്നിരുന്ന സൂര്യകിരണങ്ങൾ ചീർത്തുയർന്നു വന്നപ്പോൾ കാഞ്ഞിരങ്ങാട്ടിന്റെ തീരത്ത് മണൽപ്പരപ്പിൽ ഒറ്റപ്പെട്ടു കിടന്ന കുഞ്ഞിക്കഥ മണിക്കുട്ടനെ ഉണർത്തി. ഗ്രാമത്തിൽ നിന്ന് അകന്നു കിടക്കുന്ന വനത്തിനകിലെ ആ മണിച്ചീരാക്കടവിൽ മത്സ്യത്തൊഴിലാണ് മണിക്കുട്ടന്റെ ജീവിതം. എന്നാൽ മഴക്കാലം ആഞ്ഞിരങ്ങാട്ടിൽ അതിശക്തമായ കടയിറമ്പലുണ്ടാക്കി മീൻപിടുത്തം അസാധ്യമാക്കി. മുഴങ്ങുന്ന വിശപ്പിനോട് പൊരുതിയിട്ടും നേരം പോയി. നാളേക്കുള്ള ആഹാരം എന്തെന്ന് നിശ്ചയമില്ലാതെ നിരാശയോടെ ഇരിക്കുമ്പോൾ സമുദ്രത്തിൽ നിന്ന് ദൂരെ ഒരു ബീഴ്ക്കണത്തുകണിക കണ്ടു. അടുത്തേക്ക് എത്തിയപ്പോൾ അതാ ഉപകരണങ്ങളൊന്നും കൂടാതെ ബോധക്ഷയം വന്നു കിടക്കുന്ന ഒരു മൂത്ത മീൻപിടുത്തക്കാരൻ. അയാളെ തന്റെ ചെറിയ തോണിയിലേക്ക് കയറ്റി കരയിലേക്കെത്തിച്ചു മണിക്കുട്ടൻ. വൃദ്ധനെ പരിചരിച്ചു കണ്ണു തുറന്നപ്പോൾ, നന്ദി മോനെ, നീ എന്റെ ജീവൻ രക്ഷിച്ചു. ഞാൻ കൃഷ്ണൻ, കടലിലെ കഥകൾ അറിയുന്ന കാർമേഘം. ആ വാക്കുകൾ മന്ത്രം പോലെ മണിക്കുട്ടന്റെ ഹൃദയത്തിൽ തങ്ങി. കൃഷ്ണൻ ദിവസങ്ങൾ വീട്ടിൽ താമസിച്ചു കഥകൾ പറഞ്ഞു. കടലിന്റെ ഗഹനത, നിധികൾ ഒളിഞ്ഞിരിക്കുന്ന കപ്പലവഞ്ചികൾ, പ്രവാചകന്മാരുടെ രഹസ്യം. ഓരോ കഥയും മണിക്കുട്ടന്റെ കണ്ണുകൾ വീർപ്പിച്ചു. എന്നാൽ കാലം കടന്നുപോയി. ഒരു രാവിലെ കൃഷ്ണൻ യാത്രയായി. വിഷമം നിറഞ്ഞ കടലിൽ തുഴഞ്ഞുപോയ കൃഷ്ണൻ പറഞ്ഞ കഥകൾ മണിക്കുട്ടന് ദിവ്യദർശനം പോലെയായി. നേരം കിട്ടുമ്പോഴും ആ കഥകൾ ആവർത്തിച്ചു പറഞ്ഞും ഉറക്കെ ചിരിച്ചും ഒറ്റയ്ക്കില്ലെന്ന ഭാവം കാണിച്ചും മണിക്കുട്ടൻ ജീവിച്ചു. റൊട്ടിക്കഷണം പങ്കുവയ്ക്കാനാരുമില്ലെങ്കിലും മീൻവില കുറഞ്ഞ ദിവസങ്ങളിലും അവന് മറ്റു മീൻപിടുത്തക്കാരന്മാർക്ക് തന്റെ ഭാഗ്യം പങ്കിട്ടുകൊടുത്തു. ഒരു ദിവസം ആഞ്ഞിരങ്ങാട്ടിലൂടെ കാട്ടുപുഴ ചിന്നിച്ചൊഴുകി കടലേക്ക് പതിച്ചു. ആ നുരയും പതയും നിറഞ്ഞ തിരയിൽ ഉലഞ്ഞു പൊങ്ങിയ ഒരു തേങ്ങാക്കുട്ട കണ്ടു. അതിൽ നിന്ന് കണ്ണു തിരക്കുന്ന ഒരു കുഞ്ഞാക്കിളി പറന്നുയരുന്നു. മനസ്സിലെ വെളിച്ചമിട്ടതുപോലെ മണിക്കുട്ടൻ തോണി തുഴഞ്ഞു. തേങ്ങാക്കുട്ടയിൽ നിന്ന് കുഞ്ഞാക്കിളിയെ സുരക്ഷിതമായി മണിക്കുട്ടന് കരയിലെത്തിച്ചു. തണുപ്പിൽ വിറപേടിച്ച ആ കുഞ്ഞിനെ ചെറുതായി മൂടിക്കെട്ടി തന്റെ കുടിലേക്ക് കൊണ്ടുപോയി. പഴം കുഴച്ചു കൊടുത്തും സ്നേഹത്തോടെ സംസാരിച്ചും കുഞ്ഞാക്കിളിക്ക് ആശ്വാസം നൽകി. ദിവസങ്ങൾ വഴിയുമ്പോൾ മണിക്കുട്ടനും കുഞ്ഞാക്കിളിയും അവിഭാജ്യരായി. അവൻ അതിനെ കണ്ണെന്ന് വിളിച്ചു ഓമനിച്ചു. ഒരു രാവിലെ തിരമാലകളിലൂടെ ഒഴുകിയെത്തിയൊരു പ്രാവ് കണ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദേശാടന കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ആ പ്രാവിനെ കണ്ണൻ തന്റെ ശക്തിയിടത്തോളം പറത്തി സഹായിച്ചു. കണ്ണന്റെ ആ വീരകൃത്യം കണ്ട സമീപത്തെ കപ്പലിലെ നാവികർ രസകൊണ്ട് നിരീക്ഷിച്ചിരുന്നു. അവർ മണിക്കുട്ടന്റെ ദാരിദ്ര്യവും കുഞ്ഞാക്കിളിയോടുള്ള സ്നേഹവും മനസ്സിലാക്കി. കുഞ്ഞാക്കിളിയെ ദൂരദേശങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുകയും മണിക്കുട്ടന് കടലിലെ ഏറ്റവും മീൻസമൃദ്ധമായ മേഖലകളിലേക്ക് യാത്രാസൗകര്യം ഒരുക്കുകയും ചെയ്തു. കൃഷ്ണന്റെ കഥകൾ വിതച്ച പ്രചോദനവും നിസ്വാർത്ഥതയുടെ ഫലവുമായി മണിക്കുട്ടന്റെ ജീവിതം തിരിഞ്ഞു. കരയിലും കടലിലും അവന്റെ ഉദാരതയുടെയും സഹജീവി സ്നേഹത്തിന്റെയും കഥകൾ പ്രചരിച്ചു. കണ്ണനെ പോലെ ദേശാടനം ചെയ്യുന്ന കിളികൾക്ക് വഴികാട്ടി മണിക്കുട്ടൻ ദൈവമായി. പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചും കടലിന്റെ കഥകൾ കഥനം ചെയ്തും അവൻ സന്തോഷം കണ്ടെത്തി. മണിക്കുട്ടന്റെ കഥ നമുക്ക് ഓർമ്മിപ്പിക്കുന്നത് സത്യസന്ധതയും കാരുണ്യവും നിസ്വാർത്ഥതയും പുലർത്തിയാൽ ജീവിതം ധന്യമാകുമെന്നാണ്. കൃഷ്ണൻ പറഞ്ഞ കഥകൾ മാത്രമല്ല, കണ്ണനെ രക്ഷിച്ചതും പ്രാവിനെ സഹായിച്ചതും മണിക്കുട്ടന്റെ ഉള്ളിൽ നിന്നു നിറഞ്ഞ സ്നേഹത്തിന്റെ അടയാളങ്ങളാണ്. കടലിന്റെ വിശാലതയിലും ദാരിദ്ര്യത്തിന്റെ നിഴലിലും അവന്റെ ഹൃദയത്തിലെ പ്രകാശം കെടാതെ കത്തിജ്വലിച്ചു. ഓരോരുത്തരുടെയും ജീവിതത്തിലെ ചെറിയ നന്മകൾ തിരമാലകൾ പോലെ വ്യാപിച്ച സമൂഹത്തെ മുഴുവൻ ധന്യമാക്കുമെന്നാണ് മണിക്കുട്ടന്റെ കഥ പറയുന്നത്. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.